അപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ 3 മുട്ട എടുത്ത് വേവിക്കാനിട്ടിട്ട് അടുത്ത കടയിൽ മാവ് വാങ്ങിക്കാൻ പോയത്. മാവ് വാങ്ങിക്കാൻ പോമാ. ഓക്കെ ബൈ. കട്ടി അമ്മ കട്ട് ചെയ്തോളാം. പൈസ കൊണ്ട് വന്നതാ. അച്ഛൻ പോയാ എവിടെ പോയാ? ജോലിക്ക് പോയി, ഡ്യൂട്ടിക്ക് പോയി. എവിടെ പോയി? ചേച്ചി എവിടെ പോയി? സ്കൂളിൽ പോയി. ആ പൈസ കൊടുക്ക. പൈസ സന്തോഷം. എന്തോ വേണം ചോദിക്ക. എന്തോ വേണം? എന്തോ വേണം? കായല്ല, മാവ്. എന്തോ വേണം? എന്തോ വേണം? ആ മാവ്. അപ്പോ അപ്പോൾ കടയിലെ മാമൻ ദേവട്ടനൊരു മിഠായി കൊടുത്ത ലോലിപ്പോപ്പ്. ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല ദേവട്ടന്. കാരണം മൂത്തൊരാൾക്ക് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ക്ഷീണം ഇതുവരയ്ക്കും തീർന്നിട്ടില്ല. എവിടെ പോയാലും മുട്ടായി ബഹളം. ഇതുവരയ്ക്കും ആ മുട്ടായി കഴിപ്പ് തീർന്നിട്ടില്ല. 5-6 വയസ്സായിട്ടോ, ഇതുവരയ്ക്കും മുട്ടായി കഴിപ്പ് കഴിഞ്ഞിട്ടില്ല. ഭയങ്കരമായിട്ടും ചോക്ലേറ്റ് കഴിക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദേവട്ടന് പരമാവധി ഒന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഈ മുട്ടായി സ്നാക്സ് ഐറ്റം ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. മാവ് കൊണ്ടുവന്നതും ഞാൻ ആദ്യമേ തന്നെ വെള്ളം തിളപ്പിച്ച് മാവിനെ അങ്ങ് വിരവി വെക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പത്തിൻ്റെ മാവിനെ അങ്ങ് വിരവി വെച്ച് ആ ചൂടൊന്ന് ആറി കിട്ടുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യമേ അതങ്ങ് വിരവി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ദേവട്ടൻ നല്ല ബഹളമാണ് താഴെ കിടന്നിട്ട്. അടുത്ത അവസാനം പാവത്തിന് ഇനിയിട്ട് കരയ്ക്കിണ്ടാന്ന് വിചാരിച്ച് ഞാനങ്ങ് എടുത്ത് കേട്ടാ. കാരണം എനിക്കിപ്പോൾ ശീലമായി, എടുത്ത് വെച്ചിട്ട് ചെയ്ത് അങ്ങ് ശീലമായി. ഒരുപാട് സമയം കരഞ്ഞാൽ പിന്നെ അത് വയ്യാണ്ടാവും. അത് പേടിച്ചിട്ടാണ് ഞാൻ തീരെ കരയിക്കാത്തത്. മാവ് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് മുട്ടക്കറിക്ക് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലോട്ട് അരിഞ്ഞ് വെച്ച സവാളയും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് ഇളക്കി അത് ചെറു തീയിൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ താഴെ ഇരുന്നിട്ടാണ് ഇടിയപ്പത്തിൻ്റെ മാവ് വിരവുന്നതും അത് പിഴിയുന്നതും ഒക്കെ. കാരണം എന്താണെന്നറിയാമോ, മുകളിൽ വെച്ചപ്പോഴത്തേനും ദേവട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. മറ്റേ താഴെ അവൻ കളിച്ച് അവിടെ ഇരുന്നോളും. അപ്പോൾ എനിക്ക് എൻ്റെ പണിയും നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അവന് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഞാൻ താഴെ കുറേ സമയം ഇരുന്ന് നോക്കിയേട്ടാ. പക്ഷേ എനിക്ക് മനസ്സിലായി ഇതൊരു നടക്ക് പോകുന്ന കേസല്ല എന്ന്. ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഒന്നേന്ന് മാവിനെ എല്ലാം എടുത്ത് മുകളിൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാൻ മുകളിൽ വെച്ച സമയത്ത് അവൻ പിണങ്ങിയായിരുന്നു. പിന്നെ പെട്ടെന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ അവനെ അങ്ങ് കയ്യിലെടുക്കാമെന്ന് കരുതി. ചേച്ചി ഇപ്പം വരും. ചായ കിട്ടാമ്മ.
എന്തായാലും അവൻ നല്ല ബഹളമായതുകൊണ്ട് തന്നെ ഞാൻ 2 തട്ട് പെട്ടെന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അവനെ എടുത്താലും പിന്നെ കയ്യിൽ വെച്ചിട്ട് മുട്ടക്കറി ആകുമ്പോൾ കിണ്ടി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 തട്ട് മാത്രം പിഴിഞ്ഞ് വെച്ച്. എനിക്ക് 4 തട്ടുണ്ട്, 2 തട്ട് അമ്മയുടേതാണ്. അങ്ങനെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ 2 തട്ടും കൂടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു തട്ട് ഇളക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത തട്ട് പെട്ടെന്ന് ഒരു തട്ട് മാറ്റുമ്പോഴത്തേനും മറ്റു തട്ടെടുത്തങ്ങ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. അടുത്തിന് വാങ്ങിച്ചു തരാൻ സമയമായി. ഇപ്പോൾ ഏകദേശം മണി 4 കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഇതിന് വരുന്നതിന് മുന്നേ കാപ്പി ഉണ്ടാക്കി വെക്കണം. വരുമ്പോൾ വിശന്ന് വരും ചോദിക്കും. അപ്പം മുട്ടക്കറിയും ഇടിയപ്പം എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം വന്നിട്ടുള്ള ചേരി ഞാൻ പിന്നെ കാണിച്ചു തരാവേ. അപ്പം ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്, മുട്ടക്കറി അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് മുട്ടക്കറിക്കാകുമ്പോൾ നമുക്ക് ഇളക്കി മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അത് അവിടെ ഇരുന്നിട്ട് നല്ല മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചായ റെഡിയാവും. അപ്പോഴത്തേക്കും എൻ്റെ ചായ പൊങ്ങി റെഡി ആയിട്ടുണ്ട്. ഒരു വിധം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചുകൂടെ വേണ്ട കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കേട്ടോ, നല്ല വശണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവട്ടെ. അങ്ങനെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ചിക്കൻ മസാലപ്പൊടി കൂടെ ചേർക്കും കേട്ടോ. ഒരു പൊടിക്ക് ഗരം മസാല കുറവായുണ്ട്. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാണ്ട് എടുക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് എൻ്റെ എടുത്തിട്ടാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ബാക്കി എല്ലാ മസാല ഞാൻ മിക്സ് ചെയ്തു. കുരുമുളക് ഇടാൻ മറന്നുകൊണ്ട് തയ്പ്പായിട്ട് ഇതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇങ്ങനെ മറിച്ചിടണം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. കുറച്ചൊരു പൊടിക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് ഇളക്കി എടുക്കണം. ഞാൻ മുന്നേ മുട്ടക്കറി വയ്ക്കുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം ലാസ്റ്റ് ഒരുമിച്ച് അങ്ങ് ഒഴിക്കും. നിങ്ങളൊരു ഹോണടി കേട്ടോ ഗായ്സ്, കേട്ടില്ലേ? അതാ എൻ്റെ കൊച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓടി വന്നു കൊച്ചിനെ വിളിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ വിശന്ന് വലഞ്ഞ് വരുമെന്ന് വിചാരിച്ചിട്ട് വളരെ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ വന്നിട്ട് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ദാഹിച്ചു പോയാ വെള്ളം? ചേച്ചി കാപ്പി കഴിക്കണ ഇപ്പൊ? കാപ്പി കഴിക്കല്ലേ? ഇല്ല, വേണ്ട. ഇല്ല. അപ്പം നമ്മൾ മുട്ടക്കറി ഈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് ഇളക്കി മറിച്ച് മുട്ടയിട്ട് നമുക്ക് അടച്ച് വെച്ചാലുണ്ടല്ലോ മുട്ടക്കറി സെറ്റ്. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാം. നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം കുറേശ്ശെ ഒരു പൊടിക്ക് ഒഴിക്കുക. ഇതാണ് ഒരു പൊടിക്ക് ഒഴിക്കുക, ഇളക്കി മറിച്ച് വയ്ക്കുക കുറച്ച് സമയം. എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളം ചേർക്കുക. അങ്ങനെ കുറേശ്ശെ ചേർത്ത് ഇളക്കണം കേട്ടോ. ഇത് ഇതിനേക്കാളും കളർ വരും. പക്ഷേ എനിക്ക് കളർ വരാനായിട്ട് ഞാൻ ബസ്സിൻ്റെ ഹോൺ അടി കേട്ടപ്പോഴത്തേനും വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചിട്ടങ്ങ് പോയി. അതുകൊണ്ട് പറ്റിയില്ല. സ്കൂൾ വിട്ട് വന്നതിന് മുന്നേ മുട്ടക്കറി റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയില്ല. ഇടിയപ്പം എന്താ റെഡിയായി. അടുത്ത സെറ്റ് അതാ ഇരിപ്പുണ്ട്. മുട്ട 3 എണ്ണം
സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 മുട്ട ഞാൻ എപ്പോഴും ഇടും. എപ്പോഴും 3 4 ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർക്ക് കണക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ എപ്പോൾ ഇട്ടാലും ഒരു മുട്ട ഇങ്ങനെ പൊട്ടിപ്പോവും. പൊട്ടി അതിനുള്ള സാധനമെല്ലാം വെളിയിൽ പോവും. അതിന് മുട്ടയുടെ കേടാണോ അതോ ഇനി ഇട്ടത് തട്ടിയായിട്ടും പൊട്ടുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് ഞാൻ മുട്ടക്കറി വെച്ചാൽ ഇപ്പോൾ 4 മുട്ട ഇടുകയാണെങ്കിൽ എനിക്ക് 3 മുട്ടയെ നേരെ കിട്ടുള്ളൂ. ഇന്ന് 3 മുട്ട ഇട്ടപ്പം 2 മുട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല. ഒരു മുട്ട വന്നിട്ട് പൊട്ടി അതിൻ്റെ അകത്തുള്ള സാധനം എല്ലാം വെളിയിൽ പോയി. പതിവ് തെറ്റിക്കാതെ ദേവട്ടേന്ന് ഉപ്പ് നോക്കി. എല്ലാ ദിവസവും കറി വയ്ക്കുമ്പോൾ കഴിക്കുമ്പോൾ അവൻ ഉപ്പ് നോക്കണം, മസ്റ്റാണ് കേട്ടോ. ചോദിക്കും അവൻ. അതേ കണക്ക് ഇന്നും അവൻ ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ ഉപ്പ് നോക്കി സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ എൻ്റെ മുട്ടക്കറി റെഡിയായി. രാത്രിത്തേക്കുള്ള പണി കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി പണിയൊന്നുമില്ല. ഇടിയപ്പമായി മുട്ടക്കറിയായി. എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വാവച്ചിക്ക് അച്ഛനെ വിളിക്കുന്ന ഒരു പതിവുണ്ട്. പതിവ് തെറ്റിക്കാതെ ഇന്നും അച്ഛനെ വിളിച്ചു. അപ്പോഴത്തേക്കും അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്കൊന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുമോ? അച്ഛൻ പറഞ്ഞില്ല മോളെ, വാങ്ങിക്കില്ല. ഉടനെ മോളോ എനിക്ക് പൊറോട്ടയും ചിക്കനും എങ്കിലും വാങ്ങിത്തരുമോ? പിന്നെ പറയേണ്ട താമസം. അച്ഛൻ വന്നപ്പോൾ പൊറോട്ടയും ചിക്കനും കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചില്ല. എൻ്റെ കൊച്ച് പൊറോട്ടയും ചിക്കനും വേണമെന്ന് ഒരു വാശി പിടിച്ച് കരഞ്ഞ് അവസാനം പൊറോട്ടയും ചിക്കനും കിട്ടി. ആശ്വതിത പൊറോട്ടയും ചിക്കനും തട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടല്ല. അതുകൊണ്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം എന്തൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് കഴിക്കും.